അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖുർആൻ ക്ലാസ് സൂറത്തുൽ ഖസസ് 32 ആയത്ത് ഞങ്ങൾ വിശദീകരിച്ച മഹാനായ മൂസാ നബി അലൈഹിസ്സലാമുടെ സംഭവം ചരിത്രം. മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ ഫിറഔന്റെ കൊട്ടാരത്തിൽ ബലിയായതും അങ്ങനെ ഒരു കൊല നടന്നതും അവിടെ വിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മദിയനക്ക് പോകേണ്ടത് ഷുഐബ് നബി അലൈഹിസ്സലാമുടെ മോലെ മഞ്ഞളവിടെ. എന്നിട്ട് അവിടെ 10 വർഷം നിന്നിട്ട് പെഞ്ഞ മക്കളും കൂട്ടിക്കൊണ്ട് പണ്ടേ പാതി തെറുക്കത്തുമ്പത്തുക്ക് ചിമ്മക്കുത്തിയ ജാവു ഭയങ്കര ചലി. ആ സമയത്ത് വെളിച്ചില്ല, തെറുതപ്പിലെ. അപ്പൊ ദൂരത്തിൽ നിന്നൊരു മലമുകളിൽ ഒരു പർവ്വതത്തിൽ ഒരു വെളിച്ച കാണുമ്പോ പെഞ്ഞമക്കൾ അവിടെ നിപ്പാട്ടിട്ട് പോയിട്ടാകുമ്പോ അള്ളാഹുടെ നുബൂവത്ത് മഹാനായ മൂസാ നബിക്ക് കിട്ടിയത്. ഇതായിട്ട് ഞങ്ങൾ മുന്നളിച്ചൊന്ന് വെച്ച് ബാക്കി വെച്ചത്. കുറെ നാളായിട്ട് ആ സൂറത്ത് അവിടെ സ്റ്റോപ്പായിട്ടാണ്. അപ്പൊ അതിൽ തുടർന്ന ഭാഗമായിട്ട് അതിലെ ക്ലാസ്സുകളൊക്കെ ഞങ്ങളെ ചാനലിലുണ്ട്. മുന്നത്തെ ക്ലാസ് അവിടെ അവിടെ നോക്കാം, അത് കാത് കൊടുക്കാം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു നുബൂവത്ത് കൊടുത്തിട്ട് മൂസാ നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു 2 മോജിസത്തായിട്ട് ഇവിടെ കൊടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ വിശദീകരിച്ചു. ഒന്ന് വടി, പിന്നൊന്ന് മൂസാ നബി അലൈഹി സ്വലാമുടെ കൈ. അത് തൊക്കൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര പ്രകാശം. ഈ 2 മോജിസത്തായിട്ട് മഹാനായ മൂസാ നബിക്ക് അള്ളാഹു താല കൊടുത്തത്. എന്നിട്ട് മൂസാ നബിയിലെത്തി അള്ളാഹു താല ചൊല്ലെ നിങ്ങൾ എവിടേക്ക് പോകണം? ഫിറഔന്റെ മുട്ട പോകണം. ഫിറഔന്റെ മുട്ട പോയിട്ട് അവനക്ക് ദീൻ ചൊന്നു കൊടുക്കണം. അപ്പൊ ഇത് കടത്തും ഇത് ചൊല്ലുമ്പോയിട്ട് മഹാനായ മൂസാ നബി അള്ളാഹുടെ ചൊല്ലും നക്ക് കൂടെ ഒരാൾ വേണം. കാരണം വലിയൊരു ധിക്കാരിയുടെ മുട്ടായിട്ട് ഇപ്പൊ പോകേണ്ടത്. ഒന്ന് മൂസാ നബി അലൈഹി സ്വലാം അവിടെ 30 വർഷം ഫിറഔന്റെ ഒത്തിരി ബലിയായാലും അങ്ങ് കൊല്ലക്ക് പുറത്തായപ്പോയിട്ട് അവിടെ റായപുട്ട് വന്നത്. 2 മൂസാ നബി അലൈഹി സ്വലാമുടെ ഇല്ലാണ്ടാക്കോബേനായിട്ട് ഫിറഔന് കുറെ മൂസാ നബി ജനിക്കുന്ന ആ വർഷത്തിലുള്ള കുറെ ആൺമക്കളെ കൊന്നത്. അപ്പോ ഈ ബനു ഇസ്രായേൽ ചെല്ല സമുദായം അവിടെ ഈജിപ്തിലുണ്ട്. അന്നൊക്കെ മൂസാ നബി അലൈഹി സ്വലാമുടെ വിശ്വസിക്കേണ്ട ആൾമാരായിട്ട് ചേർന്ന ആൾമാർ. അപ്പൊ അങ്ങനെ അവിടെ മോചിപ്പിക്കണം. വലിയൊരു ദൗത്യമായിട്ട് മൂസാ നബിക്കുള്ള. അപ്പൊ കൂടെ സപ്പോർട്ട് ഒരാള് വേണം. നിന്റെ സഹോദരൻ വേണം, ഹാറൂന്റെ നീ കടത്തണം. അള്ളാഹുടെ ടീച്ചല്ലേ. അപ്പൊ ഹാറൂൻ നബി അലൈഹി സ്വലാമുടെയും അള്ളാഹു നബിയാക്കട. അപ്പൊ ഈ ആയത്തിൽ അതായിട്ട് ചൊല്ലത് ഹാറൂൻ നബി അലൈഹി സ്വലാമുടെ അള്ളാഹു നബിയാക്കുമ്പോ ഇപ്പൊ മൂസാ നബിക്ക് അള്ളാഹു നുബൂവത്ത് കൊടുത്തത് നേരിട്ടിട്ടുള്ള പലക്ക, അള്ളാഹുടെ പലക്ക മൂസാ നബി അലൈഹി സ്വലാം കേട്ടതായിട്ട്. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം എന്ന മലക്കായിട്ട് ഹാറൂൻ നബി അലൈഹി സ്വലാമുക്ക് പോയിട്ട് അള്ളാഹുടെ വഹി എത്തിച്ചു കൊടുക്കല്. അപ്പൊ മൂസാ നബി കൂടെ തുർസീന പർവ്വതത്തോടെ നബിയാവുമ്പോ ഹാറൂൻ നബി അലൈഹി സ്വലാമോട് മുട്ട ജിബ്രീൽ അലൈഹി സ്വലാമായിട്ട് പോയിട്ട് ഹാറൂൻ നബി അലൈഹി സ്വലാമുക്ക് നുബൂവത്തും റിസാലത്തും കൊടുക്കല്. അപ്പൊ അള്ളാഹു തആല ആലെ ജണ്ടാലിയും നബിയാക്കി എന്നുള്ളത്. അത് മൂസാ നബി അലൈഹി സ്വലാം എന്നൊക്കെ ചെന്നായിട്ട് എന്തേ അത് ഈ ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തിലുണ്ട്. قال رب إني قتلت منهم نفسا فأخاف أن يقتلون. മൂസാ നബി ചൊല്ലു, പടച്ചവനെ ഞാൻ അങ്ങളിൽ നിന്ന് ഒരാളെ കൊന്നുരെ, അതുകൊണ്ട് നക്ക് പേടിയാവും. നാ പോയൻ കണ്ണെ നണ്ടക കൊല്ലുവാറു. കിബത്തിലെ കൊന്ന സ്റ്റോറി ഉണ്ടല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. നന്റെ സഹോദരൻ മൂസാ നബിയെ മൂത്തോനായിട്ടിരിക്കുക ഹാറൂൻ, അയാൾ നണ്ടേക്കാൾ നല്ല വാക്ചാതുര്യമായിട്ടിരിക്കുന്നത്. അഫ്സൗ മിന്നി ലിസാൻ മൂസാ നബി അലൈഹി സ്വലാമുടെ നാവിലൊരു കെട്ടുണ്ട്. അത് മൂസാ നബി അലൈഹി സ്വലാം ദ്വാരന്നിട്ടോ പിന്നെ ശരിയായി എന്നാവ് കെട്ട് വന്നെങ്കിൽ അത് മൂസാ നബി അലൈഹി സ്വലാം ഫിറൗന്റെ ഉത്തരല്ലേ വലിയത്. അപ്പൊ അവർക്ക് ഫിറൗനടുത്ത് മടിയിൽ പിടിച്ചിട്ടാകുമ്പോ മൂസാ നബി എന്താ ചെരിക്കിടാവും താടില് പിടിച്ച് വലിച്ചിട്ടുണ്ട്. എന്തോന്ന് അവനക്ക് ഉപദ്രാക്കിട്ട് പിടിച്ചടിച്ചെന്തോ. അപ്പൊ ഓന് ഹർഷ വന്നിട്ടാകുമ്പോ ഓന് അല്ലെങ്കിൽ ഓൻ മക്കളെ കൊല്ലത് എന്റെ ശത്രുവായിട്ടുള്ളവർക്ക് ഇടാവിടെ ജനിക്ക പോന്നിട്ടുള്ളവർ പേടിയിൽ നിന്നവനല്ലേ. അപ്പൊ ആരോ ചൊന്നാർ അതെ ചെറിയ കിടാവ് ലൈക്ക് എന്തിനെ കൊന്നുണ്ടോ. അപ്പൊ അവൻ ചൊന്ന എന്തിനെ കൊന്നില്ലേ. അപ്പൊ ഒരു പാത്രത്തിൽ തീരക്കനലും ഒരു പാത്രത്തിൽ ബംഗാറും ഇട്ടിട്ട്
വെച്ചിട്ട് ഇക്കടെ അവിടെ മുട്ടാക്കി എനിക്ക് അത് ഗൊന്തില്ല തീരാറ്. അപ്പൊ മൂസാ നബി ഈ കണലെടുത്ത് ബൈകിട്ട് തിന്നാറ്. അതിട്ടിട്ടാകുമ്പോൾ നാവത്തിൽ ഇതായിട്ട് അത് അതിലൊരു പലക്കറിയുമ്പോ അതൊരു അടത്തടയുന്നുണ്ട്. അതിന്റെ കാരണം അതായിട്ടില്ല. അത് പിന്നെ അള്ളാഹു താല നീക്കി കൊടുത്ര റബ്ബിശ്റലി സദ്രി വയസ്സിലി അമ്രി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി ത്വാഹ സൂറത്തില് ഈ സംഭവം ചൊല്ല. അവിടെ ഇത് ചൊന്നിട്ടുണ്ട്, നിന്റെ നാവിടെ കെട്ടുമണി നീക്കി തരണമെന്നത്. അപ്പൊ അത് അള്ളാഹു നീക്കി കൊടുത്ര. അതാ ചൊല്ലുന്നത്, എന്റെ സഹോദരൻ ആറൂന് നല്ല പലക്കാരന്, അതുകൊണ്ട് വാക്ചാതുര്യല്ലാതെ ആറൂന്റെയും റസൂലാക്കണം. ഫാർസിൽഹു മയ്യ റിദ്അൻ, നക്ക് സഹായിയായിട്ട് ഹാറൂൻ നബി അലൈഹി സ്വലാമിയുടെ കടത്തണം. യുസദ്ദിഖുനി, എന്താ നന്റെ തസ്ദീഖാക്കട്, നന്റെ ഒട്ടുക്ക് സപ്പോർട്ട് നന്റെ നബിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ, ನಾನು പേടിக்கிறേ അങ്ങനെ എന്റെ കളവാക്കോറ്, അതുകൊണ്ടിട്ട് നക്ക് കൂടെ ആള് വേണം. ഖാല സനശുദ്ദു അദുദക ബിഅഖീക, അപ്പോൾ അല്ലാഹു തആല ചൊല്ലുന്നു, നിങ്ങളെ സഹോദരനെ കൊണ്ട് നിങ്ങളെ ഞങ്ങൾ ശക്തിപ്പെടുത്തണം. വനജഅലു ലകുമാ സുൽത്താന, നിങ്ങൾ രണ്ടാൾക്കും ഞാൻ പ്രൂഫ് തന്നെ. ഫലാ യസ്ലൂന ഇലൈകുമാ ബിആയാതിനാ അൻതുമാ വമനിത്തബഅകുമുൽ ഗാലിബൂൻ, നാ തന്ന നന്റെ ദൃഷ്ടാന്തവുമായ മുജ്സത്തായിട്ട് നിങ്ങൾ പോറും. പ്രധാനപ്പെട്ട രണ്ട് മുജ്സത്താ, അല്ലാണ്ട് വേറെ മുജ്സത്തുണ്ട് നബിമാരുടെ. അപ്പൊ ഇവിടെ മൂസാ നബിക്ക് പ്രധാനപ്പെട്ട കൊടുത്ത രണ്ട് മുജ്സത്താണ്. അപ്പൊ ഈ ആയത്തുമായിട്ട് പോറും. എന്താ ഫലാ യസ്ലൂന ഇലൈകുമ, നിങ്ങളെ കൊല്ലുക ഉപദ്രാക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല, എന്താവില്ല, നിങ്ങ എന്താക്കില്ല, നിങ്ങൾക്ക് അങ്ങനെ ഉപദ്രവം ഏൽക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പോറും, നിങ്ങളെ പിറവത്ത് ശരിയെന്നും നിങ്ങൾ വിജയിക്കലോ അല്ലാഹു തആല ചൊന്ന. ഇപ്പോടെ ജണ്ടാലിട്ട് കയറ്റി ചെന്നത് വനജഅലു ലകുമാന്ന് മൂസാ നബിക്ക് നേരിട്ടിട്ടായിട്ട് പലക്ക് കേക്കട്. ഹാറൂൻ നബി അലൈഹി സ്വലാമിക്ക് ജിബ്രീൽ മുഖാന്തരായിട്ടിക്കണം. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ഈ നുബൂവത്തുമായിട്ടായിട്ട് പിന്നെ എവിടെ വേണ്ടേ, മിസ്ർക്ക് വേണ്ടേ വന്നിട്ടതാ. അതിലപ്പുറത്തെ സംഭവമായിട്ട് فلما جاءهم موسى بآياتنا قالوا ما هذا إلا سحر مفترى وما سمعنا بهذا في آبائنا الأولين. മൂസാ നബി അലൈഹി സ്വലാം ഈ ദൃഷ്ടാന്തവുമായി ബന്ധപ്പെട്ട് ചെന്നറിയേ ഇത് സിഹിർ. മൂസാ നബി അലൈഹി സ്വലാം വന്നിട്ട് ഫിറഔന്റെ പോലെ പറഞ്ഞത് ആ സമയത്ത് പ്രൂഫ് എന്തെങ്കിലും കേട്ടിട്ടാകുമ്പോ ബടി നിലത്തിട്ട് പാമ്പാക്കിയിട്ട് കൈയുടെ പ്രകാശം ഇങ്ങനെ കാട്ടിക്കൊടുത്തിട്ട് ഇതെല്ലാം കൊടുത്തിട്ടാകുമ്പോ ചൊല്ലി ഇത് സിഹിർ, ഇത് മാട്ട. ഒമാ സമീന ബിഹാദാ ഫി ആബായിനൽ അവ്വലിൻ, ഇതിക്ക് മുന്നിൽ ഞങ്ങൾ എത്ര ബാപ്പന്മാരെല്ലാം കഴിഞ്ഞു വിടാറ്. അങ്ങനെ ആ കാലത്തിൽ ഇങ്ങനത്തെ ഒരാളൊന്നും വന്നിട്ടില്ല, നബി റസൂലിനൊന്നും വന്നിട്ടില്ല. നമുക്ക് ആലോചനയായിട്ടില്ല. കാരണം അതിക്ക് മുന്നിൽ ഈജിപ്തിലാറ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നിട്ടുണ്ട്, യൂസുഫ് നബി അലൈഹി സ്വലാം ഈജിപ്ത് ഭരിച്ച മന്ത്രിയായിട്ടുണ്ട്. അപ്പൊ അത് വന്നത് അപ്പൊ അങ്ങനെ നിഷേധിച്ചായിട്ട് അപ്പൊ സിഹിറും ചൊന്നാർ. കാരണം ആ കാലഘട്ടം ചൊല്ലത് സിഹിറുടെ കാലഘട്ടം. ഓരോ നബിമാരും ആ നബിമാർ പറയുമ്പോ ആ റായത്തെ ആൾമാർ എന്തൊക്കെയാണെങ്കിൽ ആ റായത്തെ ആൾമാർ ഏറ്റവും മുമ്പന്തിയിൽ ഏ വിഷയത്തിൽ കിടറോ അതിന് പൊളിക്കുന്ന രീതിയിലായിട്ട് കിടപ്പുണ്ട്. ഇപ്പൊ ഞങ്ങളെ നബിയുടെ കാലത്ത് അറബി സാഹിത്യത്തില് സ്പർദ്ധക്കുള്ള ഒരു കാലമായിട്ടിക്കട്. അപ്പൊ അതുകൊണ്ടായിട്ടിക്കട് അങ്ങനെ ഈ സാഹിത്യത്തെല്ലാം ബലിച്ചെറിയിക്കട്ടെ വലിയൊരു മോചിതത്തായ പരിശുദ്ധ ഖുർആൻ സാഹിത്യക്കടല് പരിശുദ്ധ ഖുർആന്റെ അള്ളാഹു നബിക്ക് കൊടുത്തത്. ഖുർആന്റെ എതിരിൽ അങ്ങനെ ഒരു സാഹിത്യം ഇല്ല. ഈസാ നബി അലൈഹി സ്വലാമിയുടെ കാലത്ത് മറന്ന് കണ്ടുപിടിക്കുന്ന കാലത്ത് പൈപ്പോട്ടിയായിട്ടിക്കട് ഈസിക്ക് കാറ് മറന്ന് പിടിക്കുക, നക്ക് ഇങ്ങനത്തെ മറന്ന് കണ്ടുപിടിക്കുക. ആ സമയത്തായിട്ടിക്കട് ഈസാ നബി കള്ള കൊടുക്കുന്ന മുജ്ജത്ത് വെള്ളപ്പാണ്ട് രോഗങ്ങള് അങ്ങനെ ഈസാ നബി തൊട്ടമേ രോഗശിപ്പാവിടെ കണ്ണ് കാണാത്തങ്ങള് ജന്മനാലെ കണ്ണ് കാണാത്തങ്ങളെ തടവിയെങ്കിമേ നമുക്ക് കണ്ണ് കാണണ്ടേ അരിച്ചങ്ങനെ ഹയാത്താക്കടേ. അണ്ടത്തെ വൈദ്യശാസ്ത്രമല്ല അത് ഇതൊന്നും നമുക്കെല്ലാം കൊണ്ടാവാത്ത ഒന്നായിട്ടിക്കല്. അപ്പൊ അങ്ങനെല്ലാം പൊലിച്ചൊതുക്കല് ഒരു മോചത്തായിട്ടിക്കല് ഈസാ നബി കൊടുത്തത്. മൂസാ നബി അലൈഹി സ്വലാമിയുടെ കാലഘട്ടം ചൊല്ലത് ഈ മാട്ടമന്ത്രമെല്ലാം ആക്കിയിട്ട് എന്തെല്ലാം ആക്കി കൊടുക്കുന്ന കാലഘട്ടമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ മാട്ടമന്ത്രത്തെല്ലാം പൊലിക്കും പോലെ അങ്ങനെ ഈ കൺകെട്ട് വിദ്യകളെല്ലാം പൊലിക്കലെനിക്ക് എത്ര മോചിതത്തായിട്ടിക്കട് മൂസാ നബി കള്ള കൊടുത്തത്. അപ്പൊ ആയിട്ട് അത് അതിനെ കണ്ടിട്ട് അങ്ങനെ ചൊല്ല് ഇത് സിഹിർ, ഇത് മാട്ട. മാട്ട എന്നത് യഥാർത്ഥത്തിൽ അവിടെ സംഭവമില്ല. ശൈത്താന്റെ സഹായത്തോടു കൂടെ ആൾമാരെ കണ്ണ് അങ്ങനെ കാട്ടത്. അപ്പൊ ഇത് സിഹിറാണ്. وقال موسى ربي أعلم بمن جاء بالهدى من عنده
വമൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ. മൂസാ നബി അലൈഹിസ്സലാം ചെന്ന് നന്റെ റബ്ബക്ക് കൊണ്ടുണ്ട് ഹിദായത്തുമായിട്ട് അള്ളാഹുടെ വക്കൽ നിന്നുള്ള നുബുവത്തും റിസാലത്തുമായിട്ട് വന്നത് ആറുകായിട്ടിക്കട് സ്വർഗമുള്ളത്, ആറായിട്ടിക്കട് വിജയിക്കില്ലെന്നാണ് അള്ളാഹുക്ക് കൊണ്ടുണ്ട്. നിശ്ചയമായിട്ടും അക്രമിങ്ങ വിജയിക്കില്ല മൂസാ നബി അലൈഹി ഇസ്ലാം ചൊല്ലും. പക്ഷെ അതിലെ ബാക്കി സംഭവം അവിടെ നടക്കരുത്. ഏത് ഫിറഔൻ ആ സമയത്ത് ആ ആൾമാരെ കൂട്ടിയിട്ടല്ല. പിന്നെ ആ ബാക്കി സ്പർദ്ധ ഇൻഷാല്ലാ അത് നമുക്ക് മുന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ഈ മോചിതത്തായിട്ട് മൂസാ നബിക്ക് പ്രധാനപ്പെട്ട വലിയ വേറെ ഒരു മോചിതത്തുകളുണ്ട്. ഇതേപോലത്തെ വേറെ നമുക്ക് ശിക്ഷയായിട്ട് അങ്ങ് അനുഭവിച്ച പലതുണ്ട്. ഇൻഷാല്ലാ അത് ഖുർആന്റെ പല ഭാഗങ്ങളിലായിട്ട് വിവരിച്ചത് പിന്നെ സൂറത്തു താഹലത് വിവരിക്കുന്നത്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുടെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുത്തിട്ടാൻ പോകും. അവൻ ആക്കിട സ്വറ ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പണ്ട്. അപ്പൊ നുബുവത്തും റിസാലത്തുമായി മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ഫിറഔന്റെ മുട്ടെത്തി. ആ ഫിറഔന്റെ അഭിസംബോധനത്തെ ഫിറഔന്റെ പലക്കെ പറയില്ല. അപ്പൊ അങ്ങനെയുണ്ട് മൂസാ നബി പോയിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹി സ്വലാം വേണ്ടേ അല്ലെ? നുബുവത്ത് 40 വർഷത്തിലല്ല അള്ളാഹു താല കൊടുത്തേ. അപ്പോ 30 വർഷത്തിലായിട്ട് വിട്ടുപോയത്. 40 വർഷം നുബുവത്ത് കിട്ടി വന്നിട്ട് സഹോദരൻ മൂത്തോന്ന ആറൂൻ നബി അലൈഹി സ്വലാമോട് കൂട്ടിയിട്ടായിട്ട് ഫിറഔന്റെ മുട്ടങ്ങ ജണ്ടാളും എത്ത്. അപ്പൊ ആ ഫിറഔൻ കായിട്ട് ഫസ്റ്റ് പോയിട്ട് ഇസ്ലാമുക്ക് വിളിക്കാറ് ഫിറഔന്റെ ഫിറഔനാറ് നാനേ ഇലാഹ് നാനേ റബ്ബും ചെന്നിട്ട് വാദിക്കലവൻ. ഇൻഷാല്ലാ അതിന്റെ ബാക്കി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാത്തു കൊടുക്കാം. അപ്പൊ ഈ ആയത്ത് 33 പിടിച്ചിട്ട് 38 തോന്നത്തെ ആയത്തായിട്ട് നിങ്ങൾ വിവരിച്ചു. ഇൻഷാല്ലാ ആയത്ത് നമുക്കൊന്ന് ഓതാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال رب إني قتلت منهم نفسا فأخاف أن يقتلون قال رب إني قتلت منهم نفسا فأخاف أن يقتلون وأخي هارون هو أفصح مني لسانا فأرسله معي رد أن يصدقني إني أخاف أن يكذبون قال سنشد عضدك بأخيك ونجعل لكما سلطانا فلا يصلون إليكما بآياتنا أنتما ومن اتبعكما الغالبون فلما جاءهم موسى بآياتنا بينات قالوا ما هذا إلا سحر مفترى وما سمعنا بهذا في آبائنا الأولين وقال موسى ربي أعلم بمن جاء بالهدى من عنده ومن تكون له عاقبة الدار إنه لا يفلح الظالمون صدق الله العلي العظيم. കാതോർത്തെല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, ബറക്കത്ത് ചൊരിയട്ടെ, സന്തോഷം നൽകട്ടെ. ക്ലാസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ ഹദീസ് ക്ലാസ്സും മറ്റു ക്ലാസ്സുകളൊക്കെ തുടർന്ന് വരും. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.